ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനിന്നിക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചെടുക്കുവാനുള്ള ഒരു മുഖാന്തരമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാൽ ഒരു മനുഷ്യന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ ദൈവഹിതമനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പല മുഖാന്തരങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 19-ാം വാക്യം. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ, അതായത് സ്നേഹത്തോടെ ഐക്യത്തോടെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം ലഭിക്കും എന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ സ്നേഹത്തോടെ ഐക്യത്തോടെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഐക്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. രണ്ടുപേർ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, ഒരേ ലക്ഷ്യത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കും. അതിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ് പരസ്പര സ്നേഹം. ഇന്ന് പരസ്പര സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഐക്യവും ലക്ഷ്യവും ഇല്ലാതെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പരസ്പരം ഐക്യം, ലക്ഷ്യം നമുക്കുണ്ടോ? അതിന് സ്നേഹമുണ്ടായിരിക്കണം. പരസ്പര സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. ഇന്ന് ഏറ്റവും കൂടുതൽ രണ്ടുപേർ ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കുടുംബ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന പ്രാർത്ഥന. അല്ലെങ്കിൽ അപ്പനും മകനും അമ്മയും മകളും കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഭാര്യാഭർത്താക്കന്മാർ കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, കൂട്ടുകാർ തമ്മിൽ കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്നേഹം, ഐക്യം, ലക്ഷ്യം വെളിപ്പെടുകയാണ്. ഇന്ന് പലപ്പോഴും ഈ സ്നേഹമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്നേഹത്തിനെതിരായ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഉള്ളതുകൊണ്ട്, പരസ്പരം മിണ്ടാൻ കഴിയാത്തതുകൊണ്ട്, സംസാരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ചില വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ദൈവം ഉത്തരം നൽകിയില്ല. ഹൃദയത്തിൽ വെറുപ്പുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവസന്നിധി എത്തുകയില്ല. കാരണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് പിശാചായിരിക്കും. കാരണം തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവമാണ് വസിക്കുന്ന കർത്താവിന്റെ വചനം പറയുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കും. നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ തമ്മിൽ വെറുക്കുമ്പോൾ പിശാചാണ് വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നേഹത്തോടെ ഐക്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ദൈവം ആ പ്രാർത്ഥന കേൾക്കും, അതിന് ഉത്തരം നൽകും. എന്നാൽ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് പരസ്പരം മിണ്ടാതെ സംസാരിക്കാതെ നാം പ്രാർത്ഥിക്കാനായി നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതും ഉത്തരം നൽകുന്നതും പിശാചായിരിക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം ഈ സ്നേഹവും ഐക്യവും നമ്മിലില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഇതൊരു പുതിയ കൽപ്പനയാണ്.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ നമ്മളെ സ്നേഹിച്ചത്? നമ്മൾ കുറവുള്ളവരായിരുന്നിട്ടും നമ്മെ സ്നേഹിച്ചു. ഇന്ന് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തതിന് കാരണം അവരുടെ കുറവുകളാണ്. നാം മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് അവരെ നമ്മൾ വെറുപ്പോടെ, വിദ്വേഷത്തോടെ, വാശിയോടെ, വൈരാഗ്യത്തോടെ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കുക, ദൈവം നമ്മളെ സ്നേഹിച്ച നമ്മുടെ കഴിവ് കണ്ടിട്ടല്ല, നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല, നമ്മുടെ ബലഹീനത കണ്ടിട്ട്, നമ്മുടെ കുറവുകൾ കണ്ടിട്ട്, നമ്മുടെ പാപം കണ്ടിട്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു. യേശു പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുക. കൊളോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലും പരിശുദ്ധനായ പൗലോസ് ലീഗ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. പൗലോസ് ലീഗ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, കർത്താവ് നിങ്ങളോട് ചെയ്തതുപോലെ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്? നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല, നാം പാപിയായിരിക്കുമ്പോൾ തന്നെ. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയാണ്? നമുക്ക് പ്രയോജനമുള്ള, നമ്മെ കൂടുതൽ സഹായിക്കുന്ന, നമുക്ക് ഉപകാരം ചെയ്യുന്ന, നമുക്ക് നന്മ ചെയ്യുന്ന, എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത്. ശ്രദ്ധിക്കുക, കർത്താവായ യേശു ക്രിസ്തു തന്നെ പാപം ചെയ്ത് വേദനിപ്പിച്ച, തന്നെ വെറുക്കുന്ന, തന്നെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞ, തന്നെ ഉപേക്ഷിച്ച, പാപത്തിൻ്റെ അടിമ നുഖത്തിൽ കിടക്കുന്ന വ്യക്തികളെയാണ് കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും അധികമായി സ്നേഹിച്ചത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മുടെ നീതിപ്രവൃത്തി കണ്ടല്ല, നമ്മുടെ നന്മ പ്രവൃത്തി കണ്ടല്ല, ഞാനൊരു വിശുദ്ധനായതുകൊണ്ടല്ല. ദൈവം എന്നെ സ്നേഹിക്കാൻ കാരണം എൻ്റെ കുറവുകളാണ്, എൻ്റെ ബലഹീനത, എൻ്റെ പാപമാണ്. പരിശുദ്ധനായ പൗലോസ് പഠിപ്പിക്കുകയാണ്, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അതായത് യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പ്രതിഫലമിച്ഛിക്കാത്ത സ്നേഹം, അതായത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. ഇന്ന് പലപ്പോഴും നമുക്കെല്ലാവർക്കും സ്വാർത്ഥതയാണ്. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നവനെ ഞാൻ കരുതുന്നു, എനിക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തിക്ക് ഞാൻ ഉപകാരം ചെയ്യുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. എന്നാൽ സ്വർഗത്തിൽ ദൈവം പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. അവരുടെ കുറവ് കണ്ടാലും ബലഹീനത കണ്ടാലും അവരെ സ്നേഹിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഇന്ന് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമാണ്. ഇവിടെ പൗലോസ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മൾ ചെയ്ത സകല പ്രവൃത്തികളെയും ദൈവം ക്ഷമിച്ചുവെങ്കിൽ, നമുക്കെതിരായി നിൽക്കുന്ന വ്യക്തികളുടെ പ്രവൃത്തികളെ കണ്ട് അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് അവരുമായി രമ്യതപ്പെടുന്നതിലൂടെ, പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ, സ്നേഹിക്കാൻ മനസ്സലിവുള്ളവരായി തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? പാപികളും ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഞാനും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ, നിങ്ങളെ പീഡിപ്പിക്കുന്ന, നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുവിൻ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്, നമ്മളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, നമ്മുടെ ജീവിതത്തിൽ നാശം വിതച്ച ചില വ്യക്തികളുണ്ടാകുന്ന വെറുപ്പ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ചില പറയും, എൻ്റെ കുഞ്ഞുനാൾ മുതൽ ആ വ്യക്തിയോട് എനിക്ക് വെറുപ്പാണ്. ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിൽ നമ്മളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ചവരോട് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വാശി വൈരാഗ്യം ഉണ്ടെങ്കിൽ
ഞാൻ മരിച്ചാലും മറക്കില്ല എന്ന് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിച്ച് സ്നേഹിച്ച് അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കും. ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പുള്ളതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അവർ തമ്മിൽ ഐക്യമില്ല. അവർക്ക് പരസ്പരം സ്നേഹിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുന്നില്ല. ഇത് കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിലും സഭയിലും എല്ലാം പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. അനേകം പേരുടെ പ്രാർത്ഥന അധരജൽപ്പനമായി മാറുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. എന്നാൽ പരിശോധിക്കണം, എനിക്കാരോടെങ്കിലും എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷമുണ്ടോ ഉണ്ടെങ്കിൽ നീ അവരോട് ക്ഷമിക്കുക, സ്നേഹിക്കുക. നമുക്ക് ആരോടെല്ലാമാണ് ക്ഷമിക്കാനുള്ളത്, ആരെയെല്ലാമാണ് നമ്മൾ സ്നേഹിക്കേണ്ടതായിട്ടുള്ളത്? തമ്മിൽ സ്നേഹിക്കണമെന്ന് ദൈവം പറയുമ്പോൾ നാം സ്നേഹിക്കേണ്ട ഒന്നാമത്തെ മേഖലയാണ് നമുക്ക് ദൈവത്തോടൊരു സ്നേഹമുണ്ടായിരിക്കണം. ഇന്ന് ദൈവത്തെ വെറുക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ചോദിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തോട് വാശി, ദൈവത്തോട് ദേഷ്യം, ദൈവത്തോട് വൈരാഗ്യം. ദൈവമേ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ സ്നേഹിച്ച് കൊതി തീരും മുമ്പേ നമ്മിൽ നിന്ന് ചില വ്യക്തികൾ വേർപെട്ടു പോയപ്പോൾ ആ വേദന ദൈവത്തോടുള്ള വെറുപ്പായി മാറുന്നു. ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്തിനാ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുഞ്ഞിനെ ദൈവം എടുത്തുകൊണ്ടുപോയത്? പലപ്പോഴും ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ദൈവമേ നീ എനിക്ക് എന്തിനാ ഇത് ചെയ്തത്? എന്നോട് എന്തിനാ ഇങ്ങനെ കാണിച്ചത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോടിങ്ങനെ എന്ന് ദൈവത്തോട് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 30-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം? ഒരു കാര്യം നാം തിരിച്ചറിയാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിന്മ ചെയ്യുന്നവനല്ല ദൈവം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്തിൽ യേശുവിനെ അടിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും അവർക്ക് വേണ്ടി ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ആ മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ദൈവത്തെ വേദനിപ്പിച്ചാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നൊരു മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, സ്നേഹം തന്നെയാണ്. ആ സ്നേഹമായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ നിന്റെ സഹോദരനെ, നിന്റെ കൂട്ടുകാരനെ നീ സ്നേഹിക്കണം. അതിനു മുമ്പായിട്ട് നിന്നെ തന്നെ നീ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം പോരാ, നിന്നെ തന്നെ നീ സ്നേഹിക്കണം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ പറയുന്നു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതായത് ഒന്നാമതും ദൈവത്തെ സ്നേഹിക്കണം, രണ്ട് നിന്നെ തന്നെ സ്നേഹിക്കണം. ഇന്ന് പലപ്പോഴും പലർക്കും സ്വയം വെറുപ്പാണ്. എന്നെ ഒന്നിനും ഉള്ളിൽ, എന്നെ ആർക്കും വേണ്ട, എന്നെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇതിലും ഭേദം മരിച്ചാൽ മതി, ചത്താൽ മതി. സ്വയം വെറുപ്പുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തില്ല. പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തടസ്സമാണ് സ്വയം വെറുപ്പ്. നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നിന്നെ നീ എന്തുമാത്രം സ്നേഹിക്കുന്നു അതുപോലെ ആയിരിക്കണം നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നത്. അപ്പം ആദ്യം നിന്നെ സ്നേഹിക്കണം. നിനക്ക് നിന്നോട് തന്നെ വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് മാറ്റി നിന്നെ സ്നേഹിക്കുക. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ തന്നെ നീ സ്നേഹിക്കുക. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ സകലത്തിന് കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇവിടെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടണം. ഭർത്താക്കന്മാർ സ്വന്തം ശരീരത്തെ എന്ന വണ്ണം
ഭാര്യമാരെ സ്നേഹിക്കണം. ഇത് രണ്ടും സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. ഒരു ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണമെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. സ്നേഹിക്കാത്ത ഭർത്താവിനെയാണ് ഭാര്യമാർ വിധേയപ്പെടാത്തത്. അങ്ങനെയാണെങ്കിൽ ഭാര്യമാരുടെ ദൈവം പറയുകയാണ്, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടണം. അതിന് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. ഇത് പരസ്പര പൂരകമാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ആണ് ഭാര്യ ഭർത്താവിന് കീഴടങ്ങുകയും ഭർത്താവ് തന്നെ പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കണം, നാം എന്നെ സ്നേഹിക്കണം, എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കണം. വീണ്ടും കർത്താവ് വചനം പറയുകയാണ്, എഫെസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അനുസരിക്കുക. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ, അനുസരിക്കാൻ അവർക്കുണ്ടായിരിക്കേണ്ട ഒന്നാണ് മാതാപിതാക്കന്മാരുള്ള സ്നേഹം. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന മക്കൾക്കാണ് അവരെ ബഹുമാനിക്കാനും അനുസരിക്കാനും സാധിക്കുന്നത്. ഇന്ന് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ പക്വത എത്തുമ്പോൾ എനിക്ക് ജന്മം നൽകുവാൻ ദൈവം ആദരിച്ച, ബഹുമാനിച്ച, എനിക്ക് എൻ്റെ വേദനയോടെ ഈ ലോകത്തിൽ പ്രസവിച്ച, എനിക്ക് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കളെ വിട്ട്, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം നൽകി, നല്ല വസ്ത്രം നൽകി, വിദ്യാഭ്യാസം നൽകി, എനിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം നൽകി എന്നെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ എൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയുടെ കൂടെ പറന്നു പോകുമ്പോൾ, മാറിപ്പോകുമ്പോൾ മാതാപിതാക്കന്മാരോട് സ്നേഹമുണ്ടോ? മാതാപിതാക്കന്മാരെ വേസ്റ്റ് ബേക്കറിലേക്ക് വലിച്ചെറിയുന്ന, വേസ്റ്റ് പോലെ അനാഥാലയങ്ങളിലേക്ക്, വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന മക്കൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നവരാണ്. മാതാപിതാക്കന്മാർ ദാനമായി നൽകിയ സമ്പത്ത് അവർ അധ്വാനിച്ച് വേർപ്പ് ഒഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയത് മക്കൾക്ക് ദാനമായി നൽകുമ്പോൾ കിട്ടാത്ത സമ്പത്തിൻ്റെ പേരിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ. ഇങ്ങനെ ഏതെല്ലാം രീതിയിലാണ് മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്? സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ മാതാപിതാക്കളുടെ കണ്ണുനീര് നിലത്ത് വീഴാൻ അനുവദിക്കുകയില്ല. ഇന്ന് മക്കൾ മൂലം മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കുക. വേദനയോടെ പ്രസവിച്ച് കൈയാണോ കാലാണോ നോക്കി വളർത്തി വലുതാക്കിയ സ്വന്തം മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുമ്പോൾ, അവരെ അനുസരിക്കാതെ, അവരെ ബഹുമാനിക്കാതെ, അവരെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണുനീര് നിലത്ത് വീഴാൻ കാരണമായി തീരും. മാതാപിതാക്കളുടെ കണ്ണുനീര് നിലത്ത് വീണാൽ തിരിച്ചറിയുക, നിങ്ങൾ വിതയ്ക്കുന്ന തന്നെ നിങ്ങൾ കൊയ്യും. മാതാപിതാക്കളോട് നിങ്ങൾ കാണിച്ച വേദന എത്ര വലുതാണോ അതിൻ്റെ 100 ഇരട്ടി നിങ്ങളുടെ മക്കൾ നിങ്ങൾ വേദന അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിച്ച്, ബഹുമാനിച്ച്, അനുസരിച്ച് ജീവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അവിടെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, മാപ്പ് ചോദിക്കുക. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്ത, അനുസരിക്കാത്തവരുണ്ടെങ്കിൽ അവരെ സ്നേഹിച്ച്, ബഹുമാനിച്ച്, അനുസരിക്കുക. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. ദൈവത്തിൻ്റെ മക്കൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കണം. മാതാപിതാക്കന്മാരെ അനുസരിക്കണമെങ്കിൽ അവരെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ അനുസരിക്കാനും ബഹുമാനിക്കാനും സാധിക്കൂ. വീണ്ടും വചനം പറയുന്നു, നമ്മൾ രമ്യതപ്പെടേണ്ട, സ്നേഹിക്കേണ്ട മറ്റൊരു വിഭാഗമാണ് സഹോദരങ്ങളെ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 23-24 വാക്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, ആകയാൽ നിങ്ങൾ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുന്നിൽ വെച്ചേച്ചു ഒന്നാമത് ചെന്ന് സഹോദരന് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. സഹോദരങ്ങൾ തമ്മിൽ കയ്പും വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമായി ജീവിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവത്തിലെത്തില്ല. അതുകൊണ്ട് ക്ഷമിക്കുക, രമ്യതപ്പെടുക. ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വളർന്ന വ്യക്തികൾ തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമായി
ജീവിക്കുമ്പോൾ, അങ്ങനെ ഹൃദയത്തിൽ വെറുപ്പ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയില്ല. അതുമാത്രമല്ല, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പിശാചിന് ആധിപത്യം ഉണ്ടാകും. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവമാണ് വസിക്കുന്നത്, തമ്മിൽ തമ്മിൽ വെറുക്കുമ്പോൾ പിശാചാണ് വസിക്കുന്നത്. വീണ്ടും വചനം പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകി നിത്യജീവനിൽ പ്രവേശിക്കുകയില്ല, അവൻ നിത്യ നരകത്തിൽ രണ്ടാമത്തെ മരണമായ തീപ്പൊയ്കയിൽ വെന്തെരിയുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം പറയുന്നു, നീ കൂട്ടുകാരനോട് സ്നേഹിക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ സഹജീവികളായി നമ്മുടെ കൂട്ടുകാരായിരിക്കുന്ന വ്യക്തികളോട്, കൂടെ പഠിക്കുന്ന, കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോട് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷം വാശിയുണ്ടെങ്കിൽ ക്ഷമിക്കണം, സ്നേഹിക്കണം. ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന ഒരിക്കലും ദൈവസന്നിധിയിൽ എത്തുകയില്ല. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും വചനം പറയുന്നു, യാക്കോബിൻ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവൻ ആകുന്നു, അവൻ ആരെയും പരീക്ഷിക്കുന്നില്ല. കർത്താവ് വചനം പറയുകയാണ്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാലാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് വചനം പറയുകയാണ്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ശ്രദ്ധിക്കുക, നാം ആയിരിക്കുന്ന സാഹചര്യം അത് ദൈവം ഒരുപക്ഷെ നൽകിയതായിരിക്കണമെന്നില്ല. ദൈവം ഇന്ന് എനിക്ക് എന്തിനാ രോഗം തന്നു, ഈ കഷ്ടം തന്നു, ഈ ദാരിദ്ര്യം തന്നത് ദൈവമായിരിക്കണമെന്നില്ല. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്റെ സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടുണ്ടായ പരീക്ഷകളായിരിക്കാം. അപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയെ സഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക. രോഗമുണ്ടോ, രോഗത്തെ സ്നേഹിക്കുക. കടബാധ്യതയാണോ, കടബാധ്യത സ്നേഹിക്കുക. ദാരിദ്ര്യം ദുഃഖവുമാണോ, അതിനെ സ്നേഹിക്കുക. ആയിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കുക. ചിലർ പറയും, ഞാൻ ഈ വീട്ടിൽ കയറിയ അന്ന് മുതൽ എൻ്റെ ജീവിതം വേദനയാണ്, കണ്ണുനീരാണ്, ഇതെൻ്റെ ഗ്രഹപ്പിഴയാണ്, എൻ്റെ കഷ്ടകാലമാണ്, ഇതെൻ്റെ വിധിയാണ്. ഇങ്ങനെ പറയുന്ന വ്യക്തികൾ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയാത്ത വ്യക്തികളാണ്. ദൈവം എന്തിനാ എങ്ങനെ ചെയ്തത്, എന്തിനാ ഈ കഷ്ടത, ദാരിദ്ര്യം, രോഗം തന്നത്? ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയാത്തവരാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നീ ആയിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കണം. ആ സ്നേഹിക്കുമ്പോഴാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. രോഗിയാണോ, രോഗത്തെ സ്നേഹിക്കുക. കടബാധയാണോ, കടബാധയെ സ്നേഹിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ കടന്നു വന്നിട്ടുണ്ടോ, ആയിരിക്കുന്ന അവസ്ഥയെ നീ സ്നേഹിച്ച് അംഗീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. വീണ്ടും അധികാരങ്ങൾക്ക് കീഴടങ്ങണം, അധികാരികളെ അനുസരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. റോമലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നു, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾ കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അപ്പോൾ ദൈവം ശിക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അധികാരങ്ങൾക്ക് വിധേയപ്പെടാതെ, അധികാരങ്ങൾക്ക് കീഴടങ്ങാതെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അധികാരികൾക്ക് കീഴടങ്ങാത്തത്? അവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയാത്തതുകൊണ്ടാണ്. എന്ന് അധികാരികളോട് വെറുപ്പും വിദ്വേഷം ഉണ്ടാകുന്നു, അന്ന് അവരെ ധിക്കരിക്കാൻ തുടങ്ങും. അത് വചനം പറയുന്നു ശിക്ഷാവിധി കാരണമായി തീരും, ദൈവസന്നിധിയിൽ നിന്ന് ശിക്ഷിക്കപ്പെടാൻ കാരണമായി തീരും. അതുകൊണ്ട് അധികാരികളെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവരെ അനുസരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കാരണമായി തീരും. വീണ്ടും നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ സ്നേഹിച്ച് അവരെ അനുഗ്രഹിക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 46-47 വാക്യങ്ങൾ കർത്താവ് വചനം പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച വ്യക്തികളെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ അനുഗ്രഹിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ വലിയ താല്പര്യമാണ്. എനിക്ക് നന്മ ചെയ്യുന്നവരെ എനിക്ക് സ്നേഹിക്കാൻ വലിയ താല്പര്യമാണ്. എന്നാൽ എന്നെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ചവരെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് നാം അങ്ങനെയുള്ളവരെ സ്നേഹിക്കണം.
അടുത്തത് സ്നേഹിക്കേണ്ട മറ്റൊരു മേഖലയാണ് മരിച്ചു പോയവരെ നാം സ്നേഹിക്കണം. ഇന്ന് ചിലർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കുന്നത്, മരിച്ചവരെ ഓർക്കണം എന്തിനാ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ ചെറിയ മനുഷ്യന് മരണമില്ല. വിശുദ്ധ യോഹന്നാൻ രക്ഷാ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ ഒരു മനുഷ്യന് മരണമില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അവരെ ഓർക്കേണ്ട കാര്യമില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ തിരിച്ചറിയുക, ഒരു മനുഷ്യന് മരണമില്ല. എൻ്റെ ജീവിതങ്ങളിൽ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ മരിച്ച് മരണമില്ല ലോകത്ത് മാറ്റപ്പെട്ടാലും അവരിന്നും ജീവിച്ചിരിക്കുക. അവരെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? അവരുടെ പേര് കർത്താവിൻ്റെ ബലിയിൽ നമ്മൾ ഓർക്കണം. അവരുടെ പേരിൽ നന്മ പ്രവൃത്തി ചെയ്യണം, കാരുണ്യ പ്രവൃത്തി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നാം അവരെ സ്നേഹിക്കുക. ഇങ്ങനെ നാമുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരോടും നാം സ്നേഹത്തോടെ ഐക്യത്തോടെ ആയിരുന്നാൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ കഴിയാതെ വണ്ണം ഏതെങ്കിലും മേഖലയിൽ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ്, വെറുപ്പ്, വിദ്വേഷം ഉണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് തമ്മിൽ ക്ഷമിച്ച് തമ്മിൽ സ്നേഹിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ കരം കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കരം കോർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് ഒരുമനപ്പെട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യുതമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാവ് പുത്രന്മാർക്കാൻ വേണ്ടി നിങ്ങൾക്കത് ചെയ്തു തരുമെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങൾ ഒരു മനസ്സോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് ഈ നിമിഷം തന്നെ അത്ഭുതം പ്രവർത്തിക്കണം. ചില രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കണം. അനേക ബാധ്യതയുള്ളവർ, വേദന അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സന്തോഷവും സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കണം. ഈ വചനം കേൾക്കുന്ന അനേകം പേര് യേശുവിൻ്റെ നാമത്തിൽ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ, ക്ഷമിക്കുന്ന സ്നേഹത്താൽ നിറയപ്പെടുവാൻ കർത്താവായ യേശുവേ അവിടുന്ന് ക്രൂശിൽ കിടന്ന് രക്തത്തിൽ കുളിച്ച് വേദനയുടെ പിടഞ്ഞ് മരിക്കുമ്പോഴും തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിച്ചതുപോലെ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർശുദ്ധിമാന്മാരെ ശുദ്ധിമതിയാണെന്ന് കൂടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.